ഈ ഒളിമ്പിക്സിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 7 മലയാളി താരങ്ങൾ, നമ്മളെ അഭിമാന താരങ്ങളായ അവർ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഇക്കുറി നമുക്ക് മലയാളികൾ 7 പേർ. PR ശ്രീജേഷ്, പള്ളിക്കര പറാട്ട് രവീന്ദ്രന്റെ മകൻ, ഒരു കർഷകന്റെ മകനായ PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കിയുടെ കാവൽക്കാരനായി മാറി നമുക്ക് ചരിത്രങ്ങൾ സമ്മാനിച്ച, അല്ലെങ്കിൽ ചരിത്ര വിജയങ്ങൾ സമ്മാനിച്ച PR ശ്രീജേഷ് ഇക്കുറിയും ഹോക്കിയിലെ കാവൽ നിൽക്കും. ഗോൾ വല്ലക്കാക്കും PR ശ്രീജേഷ്. ഇനി ആരാണ് നോക്കുക? HS പ്രണോയ് ബാഡ്മിന്റണിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു. HS പ്രണോയ് ബാഡ്മിന്റണിൽ HS പ്രണോയ്. നമുക്ക് അടുത്ത താരം ആരെയെന്ന് നോക്കാം. അബ്ദുള്ള അബൂബക്കർ, കോഴിക്കോട് നാദാപുരം സ്വദേശി അബ്ദുള്ള അബൂബക്കറിനെ നമുക്ക് ഓർമ്മയുണ്ട്. ട്രിപ്പിൾ ജമ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച അബ്ദുള്ളയിലും നമ്മൾ വലിയ പ്രതീക്ഷ വെക്കുകയാണ്. അബ്ദുള്ള നാദാപുരത്ത് നിന്ന് കോഴിക്കോട്. 4x400 മീറ്റർ റിലേയിൽ നമ്മുടെ അത്ഭുത കുട്ടികൾ മുഹമ്മദ് അനസ്, അതോടൊപ്പം തന്നെ അനസിനൊപ്പം തന്നെ മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, ഇനി വരാൻ പോകുന്ന താരം അമോജ് ജേക്കബ്, ഒപ്പം മിജോ ചാക്കോ കുര്യൻ. 4 പേർ. അങ്ങനെ മിജോ ചാക്കോ കുര്യനും ആ ടീമിലുണ്ട്. അപ്പോൾ ഈ 4 പേർ, അവരുൾപ്പെടെ 7 മലയാളികൾ. അപ്പോൾ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ്, നീന്തലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം 14 വയസ്സുകാരി ധനിധി ദേശ്വിങ്കു. നമുക്ക് അഭിമാനത്തോടു കൂടി പറയേണ്ട പേര് തന്നെയാണ്. ധനിധുവിൻ്റെ അമ്മ കോഴിക്കോട് പുതിയങ്ങാടിയാണ്. ധനിധു ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ്. എന്നാൽ പോലും പുതിയങ്ങാടിയാണ് ധനിധുവിൻ്റെ സ്വദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മലയാളികൾ 7 അല്ല 8 എന്ന് പറയേണ്ടി വരും. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് പ്രകടനത്തിന്. അപ്പോൾ നാളെ PR ശ്രീജേഷ് ഇറങ്ങുന്നുണ്ട്. നാളെ ഇന്ത്യ ന്യൂസിലൻഡ് ഹോക്കിയുണ്ട്. അപ്പോൾ